ഹായ്, വീട്ടിൽ പോവാം. ഓക്കെ അല്ലേ? പല്ലൊക്കെ സൂപ്പർ ആയില്ലേ? വീട്ടിൽ ചെന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് മാമു കഴിക്കണം. ഓക്കെ, ഞാനത് ഒട്ടും പ്രതീക്ഷിച്ചില്ല ചെയ്യാൻ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മൾ വീടെത്തി കേട്ടോ. എല്ലാവരും ചോദിച്ചു വീട്ടിലെത്തിയോ എന്ന് ചോദിച്ചു. മെസ്സേജാണ് കേട്ടോ. നമ്മൾ സേഫായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇത് കനൂല വരുന്ന ഒരു സീനാണ് കേട്ടോ. ആദ്യം വന്ന് ചേച്ചി വരുന്ന കണ്ട വഴിക്ക് ചാക്കോ ഓടി കട്ടിലിനടിയിൽ കയറി എനിക്ക് വേണ്ട, ഊരണ്ട എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ആ ചേച്ചി പറഞ്ഞു അവൻ കട്ടിലിനടിയിൽ നിന്ന് വരുമ്പോൾ പറഞ്ഞാൽ മതി, ഞങ്ങൾ വന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അവനെ മടിയിലിരുത്തിയതിന് ശേഷം ഞങ്ങൾ റൂമിൽ നിന്ന് ബെല്ലടിച്ച വഴിക്ക് അവർ വന്നു കേട്ടോ. അങ്ങനെ അത് റിമൂവ് ചെയ്ത് അവനോട് പറഞ്ഞു ഇപ്പോൾ ഓക്കെ ആയില്ലേ, ഓക്കെ എന്നൊക്കെ പറഞ്ഞു. ചേച്ചിക്ക് ഹൈഫൈ ഒക്കെ കൊടുത്ത് ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു രംഗം അങ്ങനെ കഴിഞ്ഞു. സക്സസ്ഫുള്ളി 3 ആൻറ്റിബയോട്ടിക്കും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. രാവിലെ പാരസിറ്റമോളിൻ്റെ ഒരു ട്രിപ്പ് മാത്രം നമുക്കത് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല. അവൻ്റെ എന്താ പറയുക, ഭയങ്കര വേദനയും കൈ അനക്കമൊക്കെ ആയതുകൊണ്ട് നമുക്കത് ഫുള്ളി കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ബില്ലൊക്കെ വന്ന് അടച്ച് സെറ്റായി. ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദേ ചാക്കോച്ചൻ്റെ ബാഗ് അവൻ തന്നെ പാക്ക് ചെയ്ത് അവൻ്റെ ടോയ്സ് ഇട്ടിട്ട് അടയ്ക്കുകയാണ് കേട്ടോ. ആ കാര്യങ്ങളൊക്കെ ഭംഗിയിൽ ചെയ്തോളൂ കേട്ടോ. പിന്നെ ദേ റൂമൊക്കെ നോക്കി എല്ലാം എടുത്തില്ലേന്ന് നോക്കിയിട്ട് നമ്മൾ നേരെ ഇനി കാർ പാർക്കിങ്ങിൽ പോവാണ് കേട്ടോ. ഇന്നലെയും ഇന്നുമായിട്ട് ഈ ഒരു ലിഫ്റ്റ് കയറി ഇറങ്ങിയതിന് കയ്യും കണക്കും നമുക്കില്ല കേട്ടോ. സോറി. അങ്ങനെ നമുക്ക് കുറേ ഡെലിവറിയും കുറേ സർജറിക്കാരെയും ഒക്കെ കാണാൻ പറ്റി കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ കൂടുതലും അഡിനോയിഡിൻ്റെ സർജറീസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഡെലിവറി കേസ് ആയിക്കോട്ടെ, കുറേ പ്രഗ്നൻറ്റ് ലേഡീസിനെയൊക്കെ കണ്ടു. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ ഞാനും ഡിമ്പിളും ആൻസനും റൂമിൽ തന്നെ ആയിരുന്നിരുന്നു. പിന്നെ തിയേറ്ററിൽ വിളിച്ചപ്പം തിയേറ്ററിൽ പോയി, പിന്നെ വീട്ടിൽ പോയി. ഇതിപ്പോൾ നമ്മുടെ ഒരു ആവശ്യത്തിന് വന്നപ്പോൾ ഫുള്ളി കാണേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ചാക്കോ പറയാണ് എനിക്ക് വീട്ടിൽ ചെന്നിട്ട് മാമു വേണം, അതാണ് ഇതാണ്. ഞാൻ ചോദിച്ചു കഞ്ഞി, ഇല്ല മാമു തന്നെ വേണം, കഞ്ഞിയായിട്ട് വേണ്ട, മാമു മീനും നിർബന്ധമാണെന്ന് പറഞ്ഞു കേട്ടോ. അവൻ എങ്ങനെ ഈ ദിവസങ്ങൾ തള്ളി നീക്കുമെന്ന് ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചിരുന്നു. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ചാക്കോനെ അറിയാമല്ലോ, വലിയ കുഴപ്പമില്ലാണ്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ നോക്കുന്നതാണ്. ബട്ട് 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 ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ ആണല്ലോ പിള്ളേർ കഴിക്കരുത് എന്ന് പറയുമ്പോൾ പിള്ളേർക്ക് ഉറപ്പായിട്ടും കഴിക്കാൻ തോന്നും. അതൊരു പ്രത്യേകതരം ഒരു അസുഖമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അങ്ങനെ ദേ നമ്മൾ ഇത് ടൗണിൻ്റെ നടുക്കായിട്ടാണ് കേട്ടോ ഈ ഒരു ഹോസ്പിറ്റൽ, സരോജ നഴ്സിംഗ് ഹോം വരുന്നത്. ചെറിയ ഹോസ്പിറ്റലാണെന്ന് നോക്കണ്ട, എല്ലാവിധ ഫെസിലിറ്റീസും അവരോട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് പ്രൊമോഷനോ അവരെ ബൂസ്റ്റ് ചെയ്യുക അങ്ങനെ ഒന്നുമല്ല, ഞങ്ങൾക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ് അല്ലേ. നമുക്ക് നല്ലതാണെന്ന് തോന്നിയാൽ ഉറപ്പായിട്ടും നല്ലതാണെന്ന് തന്നെ പറയണം. ഇല്ല പൊട്ട മാത്രം നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. സ്റ്റാഫ് ആയിക്കോട്ടെ, തിയേറ്ററിലായിരുന്നാലും ചാക്കോനെ ഒന്ന് സെറ്റാക്കി എടുക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല അല്ലേ അവരെ സംബന്ധിച്ച്. അവനൊരു പേടി സ്വപ്നം ആവരുത് അവസാനം, ഒക്കെ അത് ഭംഗിയിൽ അവർ ചെയ്തു. ഇവിടെ നമ്മൾ റൂമിൽ വന്നതിന് ശേഷമായാലും നഴ്സസ് ആയിക്കോട്ടെ എല്ലാം ഭംഗിയിൽ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇൻഷുറൻസിൻ്റെ കാര്യം കുറേ പേര് ചോദിച്ചിരുന്നു കേട്ടോ. നമുക്ക് സ്റ്റാർ ഹെൽത്ത് ആണ്, ബട്ട് നമുക്കിത് റീഇംബേഴ്സ്മെൻറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ അങ്ങനെ അതിൻ്റെ കാര്യമായ കാര്യം എനിക്ക് പറയാൻ അറിയില്ല. എനിവേ അവർ നമുക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും, ഭാഗ്യം ഇല്ലെങ്കിൽ കിട്ടില്ല എന്നല്ല, ഇറ്റ്സ് ഡിപ്പെൻസ്. ഇത് ഒരു കോസ്മെറ്റോളജി ബേസ്ഡ് ആണ്. പക്ഷേ അവൻ്റെ ഇഷ്യൂ കുറച്ച് സീരിയസ് ആയിരുന്നുകൊണ്ടും ജനറൽ അനസ്തീഷ്യ തന്നതുകൊണ്ടും നമുക്ക് എല്ലാ രീതിയിലും നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഹോപ്പ് മനസ്സിലുണ്ടായാൽ മതി. പക്ഷേ കിട്ടുമെന്ന് മനസ്സിൽ വിചാരിച്ച് അങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ല കേട്ടോ. പക്ഷേ ഡോക്ടർ പറഞ്ഞ ബഡ്ജറ്റ് തന്നെയാണ് വന്നത്. സംഭവം 4 പല്ല് ചെയ്യേണ്ടി വന്നെങ്കിലും അത് നമ്മുടെ ഡോക്ടർ ആദ്യം എന്താണോ പറഞ്ഞത് ആ ബഡ്ജറ്റിൽ നമുക്ക് സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് സത്യം പറഞ്ഞ ഒരു ആശ്വാസമായിരുന്നു. ഞങ്ങൾക്ക് 4 പല്ല് ചെയ്ത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ ബില്ല്, ഞങ്ങളുടെ കണക്കൂട്ടൽ കൂടി. പിന്നെ നമ്മളെ കണക്കൂട്ടൽ എപ്പോഴും ഹോസ്പിറ്റൽ ബില്ലിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ ശരിവെക്കാൻ പറ്റില്ല. ഒരു ഊഹാപോഹ കണക്കുണ്ടാക്കാം എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഒരു ഫിക്സ്ഡ് എമൗണ്ട് വെച്ച് നമുക്ക് കൂട്ടാൻ പറ്റില്ല. പക്ഷേ അതിന് മുമ്പ് പ്രിപ്പയർ ആയിട്ട് ഇരിക്കാനായിട്ട് ഡോക്ടർ ഒരു ഐഡിയ തന്നിരുന്നു കേട്ടോ. ചാക്കോ ആകെ എക്സൈറ്റഡ് ആണ് വീട്ടിൽ ചെല്ലുന്നതിൻ്റെ കേട്ടോ. തോമു ഓൾറെഡി സ്കൂളിൽ പോയിട്ട് തോമും പാച്ചും എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെ കാണാനും ഒക്കെ ആയിട്ട് പാച്ചു വന്നപ്പോൾ തൊട്ട് പറയുന്നുണ്ടെടാ ഞാൻ ഇന്നലെ നിന്നെ കാണാൻ വന്നു, ഹോസ്പിറ്റലിൽ വന്നു. അവർ വന്നപ്പം അവൻ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അമ്മയും ഡിമ്പിളും ഡാഡിയും പിള്ളേർ 2 പേരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ മനസ്സിൽ തോമു തിരിച്ചു പോകുമ്പോൾ ബഹളം ഉണ്ടാക്കുമെന്നായിരുന്നു. പക്ഷെ വളരെ നോർമലി വന്നിട്ട് അവൻ പോയി. എനിക്ക് ഭയങ്കര സന്തോഷമായി. സന്ദർഭം അനുസരിച്ച് അവനത് പെരുമാറിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം തോമുവിനെ സംബന്ധിച്ച് ഞങ്ങളുടെ 2 പേരുടെയും ഷെൽട്ടറിലില്ലാണ്ട് അങ്ങനെ നിന്നിട്ടില്ല. പിന്നെയും ഡിമ്പിളുടെ കൂടെയാണ് ഒരാൾ മാറി കിടക്കുക എന്നുള്ളത്. നിൽക്കുന്നത് മമ്മിയുടെ കൂടെ നിൽക്കുകയൊക്കെ ചെയ്യും, ബട്ട് ഉറങ്ങുന്നത് വേറൊരാളുടെ ആദ്യമായിട്ട് ഉറങ്ങുന്നത് ഡിമ്പിളിൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ.
അതുകൊണ്ട് തന്നെ ഉറക്കത്തിൻ്റെ കാര്യത്തിൽ ടെൻഷനില്ല. പക്ഷേ ഹോസ്പിറ്റലിൽ വന്ന് നമ്മളെ കണ്ടുപോയതിന് ശേഷം എന്താകും എന്നുള്ളൊരു ടെൻഷൻ എനിക്ക് ശരിക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഇവർ വരിക എന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ കിളി അങ്ങോട്ട് പോയി. കാരണം പിള്ളേരെ നമുക്ക് പിണക്കാനോ ദേഷ്യം പിടിപ്പിക്കാനോ വാശി പിടിപ്പിക്കാനോ ഒന്നും പറ്റില്ല. അതൊരു ഹോസ്പിറ്റൽ സീനുമായിരുന്നു. പക്ഷെ അവൻ വളരെ എന്താ പറയുക സിറ്റുവേഷൻ അനുസരിച്ച് പെരുമാറിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ആസ് എ മദർ ഞാൻ ഭയങ്കര ഹാപ്പിയും പ്രൗഡും ഒക്കെയാണ് കേട്ടോ. അങ്ങനെ ചാക്കോതി സക്സസ്ഫുള്ളി വീട്ടിൽ എത്തി എല്ലാവരെയും കണ്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ അങ്ങനത്തെ സംഭവമൊന്നുമില്ല. പക്ഷെ പാച്ചു വന്നപ്പോൾ തൊട്ട് പല്ലിനെക്കുറിച്ച് ഭയങ്കര വിവരണങ്ങളായിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷം ഇങ്ങനെ എൻ്റെ പല്ലിന് അങ്ങനെ ചെയ്തു, എൻ്റെ പല്ലിന് ഇങ്ങനെ ചെയ്തു, ഡോക്ടർമാർ പിടിച്ച് കിട്ടി, അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ചാക്കോ അതൊന്നും പറഞ്ഞില്ല. എനിക്കത് ഇങ്ങനെ ഞാൻ ആലോചിച്ചു. ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു, ആ ഒരു മൈൻഡായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല. അങ്ങനെ അതേ മമ്മി ചോദിക്കുകയാണ് എന്താ പറ്റിയെന്നൊക്കെ. അങ്ങനെ പോയപ്പോൾ പ്രാർത്ഥിച്ച പോലെ തന്നെ തിരിച്ചു വന്ന് പ്രാർത്ഥിക്കണ്ടേ. പോയപ്പോൾ മാത്രം ഓർത്താൽ പോരല്ലോ, തിരിച്ചു വരുമ്പോഴും നമുക്ക് ഓർക്കണമല്ലോ. അങ്ങനെ അവരവരുടെ പതിവ് പരിപാടി തുടങ്ങിയപ്പോൾ തോമിനോട് പറഞ്ഞിട്ട് കയ്യിലെ ആ ബാഡ്ജ് ഊരിയതാണ് കേട്ടോ. ഹോസ്പിറ്റൽ ബാഡ്ജും പോട്ടെ ടാഗ് ഊരിയതാണേ. അപ്പോൾ അത് പാച്ചുവിനെയൊക്കെ കാണിക്കുകയാണ്. പാച്ചുവിന് എത്ര പറഞ്ഞിട്ടും മതി ഉണ്ടാവുന്നില്ലടാ, ഞാൻ ഇന്നലെ വന്നടാ. അതൊരു പാട്ട് പോലെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നു. കുട്ടി എന്താ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥനകൾക്കും അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി. ചാക്കോ സേഫാണ്. ഇനിയും പ്രാർത്ഥനയിൽ ഓർക്കുക. കീപ് സപ്പോർട്ടിങ്. താങ്ക് യു സോ മച്ച് ഫോർ എവറിത്തിങ്.